ഈ പ്രേമിക്കുന്ന ആളെ പോലെ അഭിനയിക്കുക, പ്രേമമാണ് മറ്റേ ഭയങ്കര അങ്ങനത്തെ യാതൊരു എക്സ്പ്രഷനും മോഹത്ത് വരുത്തില്ല. പൈങ്കിളിയില്ല. അത് പല നായികമാരെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മുഖത്തോട്ട് നോക്കുമ്പോൾ ചേച്ചി നമുക്ക് തോന്നുന്ന പ്രേമം കൂടെ ഒക്കെ ഇല്ലാതാവും എന്നൊക്കെ. അമ്പടിക്കള്ളി ഈ സാധനം എപ്പോഴേലും അമ്പടിക്കള്ളി എന്ന് വിളിച്ചിട്ടുണ്ട്? എന്നെ വിളിച്ചിട്ടില്ല. സാറിൻ്റെ കണ്ണ് ശ്രദ്ധിച്ചിട്ടുണ്ട്? ഭയങ്കര തീക്ഷ്ണമായ കണ്ണുകളാണ് സാറിൻ്റെ. അതായത് നമ്മുടെ നേരെ ഒരു നോട്ടം നോക്കിയാൽ നമ്മുടെ ഉള്ളിലുള്ള മുഴുവൻ ചുഴിഞ്ഞെടുക്കാൻ പറ്റും പാകത്തിലുള്ള അത്രയും തീക്ഷ്ണമായ നോട്ടുള്ള ആളാണ്. പുള്ളി സിനിമയിലും കാണാം അങ്ങനെ ചില നോട്ടൊക്കെ കണ്ട ആൾ പേടിക്കും. സമഗ്രമായ വിദ്യാഭ്യാസവും സുരക്ഷിതമായ ജോലിയും ആർഭാടമായിരുന്ന 70കളിൽ അവിടെ നിന്നും നടന്ന് അരങ്ങും അഭ്രപാളിയുമൊക്കെ സ്വപ്നം കണ്ടൊരു മലബാറുകാരൻ. എടപ്പാൾ പൊന്നാങ്കുഴി വീട്ടിൽ പരമേശ്വരൻ നായരുടെ തന്റേടിയായ മകൻ. അതുവരെ അയാൾക്ക് സ്വന്തമായിരുന്ന അധ്യാപകന്റെ അച്ചടക്കമുള്ള ഐഡന്റിറ്റിയിൽ നിന്നും അച്ചടക്കം അടിമത്തം കൂടിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു കഥാപാത്രത്തിലേക്ക് അയാളെ അനായാസം ആവാഹിച്ചെടുത്തു മലയാളികളുടെ സ്വന്തം അക്ഷര മാന്ത്രികൻ MT വാസുദേവൻ നായർ. ഓരോ സംഭാഷണങ്ങളിലും ഒരു മഹാസാഗരമൊളിപ്പിക്കുന്ന MTN സ്കൂളിലെ ആ വിദ്യാർത്ഥി ആ സവിശേഷമായ സംഭാഷണ ശൈലി തന്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റി തന്നെയാക്കി മാറ്റി. വ്യവസ്ഥിതികൾക്കെതിരെയും വ്യവസ്ഥാപിത താൽപ്പര്യങ്ങൾക്കെതിരെയും ശക്തമായി പ്രതികരിക്കുവാൻ പിന്നീട് മലയാളത്തിന്റെ വെള്ളിത്തിര കണ്ട എക്കാലത്തെയും വലിയ നടൻ. ക്ഷുഭിത യൗവനം എന്ന വാക്കിന് 70കളുടെയും 80കളുടെയും ബ്രാൻഡ് അംബാസിഡർ, നടനും നിർമ്മാതാവുമായി മലയാള സിനിമയുടെ പ്രിയപ്പെട്ട താര സൗകുമാര്യം. ഓർമ്മയിൽ എന്നും സുകുമാരൻ. ഹൃദയസഖി നീ അരികിൽ വരൂ. മറ്റെത്രയോ പെൺകുട്ടികളുണ്ട് ഈ കോളേജിൽ. അവരോടൊന്നും തോന്നാത്തൊരു പ്രത്യേകത എന്റെ ശാലിനിയോട് തോന്നാൻ. അപ്പന്റെ തറവാട്ടു മഹിമയും വെച്ച് കാശുള്ള അലയൻസിന് പോകാത്ത ഞാൻ ഒരു മണ്ടനോ ഭ്രാന്തനോ ഒക്കെ ആയിരുന്നു ബന്ധുക്കളുടെ കണ്ണിൽ. 4 കോപ്പി കൂടുതൽ ചിലവാകാൻ വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കുമല്ലേ? എനിക്കൊന്നും പറ്റിയില്ല എന്റെ പൊന്നുകോരെ. താൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ ഓരോ പൗരനും അവകാശമുണ്ട്. അതിനുള്ളൊരവസരം മാത്രമാണ് അയാൾക്ക് അനുവദിക്കപ്പെടുന്ന ജാമ്യം. ഇവിടെ വെച്ച് ഞാൻ പറയുന്നു, എന്റെ പെങ്ങളുടെ ജീവിതം തകർത്താൽ അപ്പുകുട്ടൻ നായരല്ല ഏത് ഉണ്ണിത്തമ്പരാണെങ്കിലും ഞാൻ ചോദിക്കും. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു പ്രോജക്ട് ഏതെങ്കിലും ഒരു റിസർച്ച് സെന്ററിൽ വെച്ച് നടത്തേണ്ട കാര്യമേ ഉള്ളൂ. ഈ പ്രോജക്ടിനെ ഈ അക്കാദമി തന്നെ തിരഞ്ഞെടുത്തത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു കവറപ്പാണ്. ഇവിടെ നല്ല ആരോഗ്യവും സൗന്ദര്യവും ബുദ്ധിശക്തിയുള്ള പുരുഷന്മാരിൽ നിന്ന് കളക്ട് ചെയ്തെടുക്കുക. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാനെന്ന് വെച്ചാൽ എല്ലാവർക്കും ജീവനായിരുന്നു. പെൺകുട്ടികൾക്കും അങ്ങനെയായിരുന്നു. അയ്യോ അതൊന്നും പറയണ്ട. സുകുമാരൻ സാറിന്റെ ഓർമ്മകളിൽ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ആദ്യം അതിഥിയായി എത്തുന്നത് ഓർമ്മകളെ ഊർജമാക്കിയ ഒരാൾ. സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട മല്ലിക സുകുമാരൻ. നമസ്കാരം. 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 ഓർമ്മയിൽ എന്ന് പറയുന്ന ഈ പരിപാടിയിൽ ചേച്ചി വരുമ്പം ഒരു വലിയ കൗതുകം. ഒരുപാട് മലയാളികളുടെ വിചാരം, ഞാൻ ഉൾപ്പെടെ അടുത്ത കാലത്ത് വരെ ഈ സുകുമാരൻ സാർ ഒരു തിരുവനന്തപുരംകാരനാണ് എന്ന് വിചാരിച്ച ഒരുപാട് ആളുകളുണ്ട്. എടപ്പാളാണ് എടപ്പാളാണ്. ശുഗപുരം ജംഗ്ഷനിലാ താമസം. ചേച്ചി തിരുവനന്തപുരത്താണ്? അല്ല, ഹരിപ്പാട്. അതെ, പഠിച്ചതൊക്കെ തിരുവനന്തപുരത്ത്. അതാണ് സുഗോട്ടനെ അങ്ങനെ തോന്നാൻ കാര്യം. സുഗോട്ടനെയും പഠിത്തമൊക്കെ യൂണിവേഴ്സിറ്റി കോളേജും ഒക്കെ ആയിരുന്നു തിരുവനന്തപുരത്തായിരുന്നു. പുള്ളിയുടെ ഒരു തിരുവനന്തപുരം വിഹാരം ഉണ്ടായിരുന്നത്. ഈ പരിപാടി തുടങ്ങുമ്പം നമ്മൾ ഒരു ചോദ്യം, ആദ്യമായിട്ട് കണ്ടതോ ഒരു ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടാവും, ഞങ്ങൾക്കറിയില്ല. അല്ല, അത് ഓർമ്മിക്കാനുള്ള കാരണമുണ്ട്. അദ്ദേഹത്തിന്റെ പെങ്ങളും ഞാനും കൂടെ 5ാം ക്ലാസ് തൊട്ട് കോട്ടൺ ഹിൽ സ്കൂളിൽ തിരുവനന്തപുരത്ത്, അത് കഴിഞ്ഞ് തിരുവനന്തപുരം വിമൻസ് കോളേജിൽ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാ. അപ്പോൾ അങ്ങനെ സതിയുടെ കൂടെ ഇദ്ദേഹം സിനിമാ നടനായിട്ട് കാണുന്നതിന് മുമ്പേ ഞാൻ സതിയുടെ പിറന്നാളിന് വീട്ടിൽ പോകുമ്പോഴൊക്കെ ഇതിൻ്റെ മൂത്ത ബ്രദർ, രണ്ടാമത്തെ ബ്രദർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഇദ്ദേഹം ഇങ്ങനെ ലെക്ചർ ഉദ്യോഗമൊക്കെ കളഞ്ഞേച്ച് സിനിമയെ വരുമെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അങ്ങനെ കണ്ടിട്ടുണ്ട്. MA ഇംഗ്ലീഷോ മറ്റേ ആയിരുന്നില്ലേ?
ലിറ്ററേച്ചർ MA ഇംഗ്ലീഷായിരുന്നു. അത് കഴിഞ്ഞ് LLB പാസ്സായി. LLMന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓ, അത്ര ഒന്ന് ആലോചിച്ച് നോക്കുക. ആ സമയത്ത് ഞാനിപ്പം ആമുഖത്തിൽ പറഞ്ഞു വിദ്യാഭ്യാസം ജോലി എന്നൊക്കെ പറയുന്നതാണ് വലിയ പാട്. ആ സമയത്ത് ഒരാൾ സിനിമയിട്ട് പോകാന്ന് പറഞ്ഞാൽ എല്ലാവരും അതെ, എന്താ അങ്ങോട്ട് പോകണമെന്ന് ചോദിക്കുന്ന സമയമാണ്. തീർച്ചയായിട്ടും അതെ. അത് അന്ന് തന്നെ ഇപ്പോൾ ഈ പറയുന്നുണ്ട് ഇംഗ്ലീഷ് ഒരു ലെക്ചറായിട്ടിരുന്ന ഒരാൾ, അതോ നാഗർകോവിൽ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജ്, തലശ്ശേരി, കാസർഗോഡ്, ഇവിടെ എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് സിനിമയിലോട്ട് വരുന്നു എന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും ഒരു അതിശയമായിരുന്നു. അത് പിന്നെ നമ്മുടെ സുരാസ് ഹോട്ടലില്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധമായിരുന്നു ഈ ശംഖുപുഷ്പം കൂടെ അഭിനയിച്ചിട്ട് നീ ടാൻസാനിയയിലെ കണ്ട് ജോലി കിട്ടി, അതുകൊണ്ട് അപ്പോൾ ഇതുകൂടെ അഭിനയിച്ചിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നിർബന്ധിച്ച് ശംഖുപുഷ്പത്തിൽ അഭിനയിച്ചു. ആ പടം സോമേട്ടനൊക്കെ ഉണ്ട്. ആ പടം കയറി അങ്ങ് ഹിറ്റായി. ഇദ്ദേഹം കാണാനൊക്കെ കൊള്ളാവുന്ന ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ, കൊള്ളാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അടുത്ത പടം വന്നു. പിന്നെ പൂർണ്ണമായിട്ടും സിനിമയിലേക്കായി. അപ്പം സിനിമയ്ക്ക് മുമ്പേ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, ബാക്കി ഒരുപാട് കാര്യങ്ങൾ ഇനി നമുക്ക് പറയേണ്ടതുണ്ട്. സുമാന സാറുമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള സൗഹൃദമുള്ള ആത്മബന്ധങ്ങളുള്ള ഒരുപാട് പേർ ഇനിയും നമ്മളോടൊപ്പം സംസാരിക്കാൻ എത്തേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പായി ചേച്ചി, ഇപ്പോൾ ഒരാളോട് മൊബൈൽ ഇല്ലാത്തൊരു കാലഘട്ടത്തെ പറ്റി പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടാണ്. ആ സമയത്ത് എങ്ങനെയാണ് മനുഷ്യൻ സംസാരിച്ചത്, എങ്ങനെയാണ് ഗൂഗിൾ മാപ്പ് ഇല്ലാതെ ഒരു സ്ഥലത്തേക്ക് പോയതെന്ന് ചിന്തിക്കാൻ പറ്റും. അതിനൊരു കുറച്ച് നാളെ ആയിട്ടുള്ളെങ്കിലും അങ്ങനെ ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും. ഇവിടും ബാക്കിലോട്ട് 70കളുടെ സമയത്ത് ഒരു 10ഓളം സിനിമകൾ മിനിമം ആ സമയത്ത് ഒന്നിച്ചില്ല, അടുപ്പിച്ച് 10ലധികം സിനിമകൾ ഒന്നിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് ഒരു കമ്മ്യൂണിക്കേഷന്റെ പരിപാടി എങ്ങനെയാണ്? അന്ന് ലാൻഡ് ഫോൺ ഉണ്ട്, അതുണ്ട്. മദ്രാസിന്റെ നമ്പർ വരെ എനിക്ക് കാണാപ്പെടാം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പ്രേമിക്കുന്ന ആളെ പോലെ അഭിനയിക്കുക, പ്രേമമാണ്, മറ്റേ ഭയങ്കര അങ്ങനത്തെ യാതൊരു എക്സ്പ്രഷനും മോഹത്ത് വരുത്തില്ല. പൈങ്കിളിയില്ല. അത് സത്യമായിട്ട് എല്ലാവർക്കും അറിയാം. പൈങ്കിളി വരുത്തേ ഇല്ല. അതിപ്പോൾ പാട്ട് സീൻ അഭിനയിക്കുമ്പോഴും അതെ. അത് പല നായികമാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, മുഖത്തോട്ട് നോക്കുമ്പോൾ ചേച്ചി നമുക്ക് തോന്നുന്ന പ്രേമം കൂടെ ഒക്കെ ഇല്ലാതാവും എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ലാൻഡ് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, കുതിരവട്ടം പപ്പൂട്ടനും ഞാനും ഞങ്ങളെല്ലാം കൂടെ ഒന്ന് അങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ വന്നാട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് എല്ലാം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ എന്നെ ഉപദേശം, കുറച്ച് നാളായാലേ അച്ഛനെയും അമ്മയും കണ്ടിട്ട് പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്ത് വിരുദ്ധ ഇവർക്കെന്താ എൻ്റെ അച്ഛനുമായിട്ട് ഇത്ര വലിയ അടുപ്പം എന്നൊക്കെ എനിക്ക് തോന്നി. അല്ല, ഞാൻ ആ ഒരു മാനസിക വിഷമത്തിൽ കഴിയുകയാണ്. അന്ന് ഒറ്റയ്ക്കാണ്, എൻ്റെ കൂടെ ഒരു ജോലിക്കാരി മാത്രമേ ഉള്ളൂ. ഞാൻ സത്യമാണ്, എനിക്ക് കാണണം, അച്ഛനെയും അമ്മയും കാണണം. നിങ്ങൾ ശ്രീകുമാരൻ തമ്പി ചേട്ടൻ പടത്തിലുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ട്. അപ്പോൾ ഏതോ ഒരു സ്വപ്നം, മാളിക പണിയുന്നവർ, 2 പടം തിരുവനന്തപുരത്ത് ഒന്നിച്ച്. അന്നൊരു ഹോട്ടലുണ്ട്, പാരമൗണ്ടോ തമ്പാനൂരങ്ങാട്ട്, എൻ്റെ പേരങ്ങനെ ആയിരുന്നാണ് എൻ്റെ ഓർമ്മ. അതെ, അങ്ങനെ തന്നെ. അപ്പോൾ അവിടെ എത്തി, മെറിലാൻഡ് ഷൂട്ടിങ്. അങ്ങനെ ആ സമയത്ത് തമ്പി സാറാണ് സത്യം പറഞ്ഞാൽ ചെന്ന് സുവോട്ടൻ്റെ സകല കഥകളും ആദ്യം കേൾക്കുന്നത്. അപ്പോൾ അവരോട് പറയണം, പോയി അതൊക്കെ പറയുന്നിട്ടല്ലോ ഇവിടെ അടിക്കാൻ വരുന്നല്ല പറയുന്നത്, നിങ്ങൾ പോകണം, വളച്ചാമയുമായി കാണണം, പിന്നെ വെറുതെ ചുമ്മാ ആവശ്യമില്ല അതൊരു പെണ്ണാവും എന്നൊക്കെ പറയുന്നത് കേട്ടാൽ നമ്മുടെ വീട്ടിലെ കാരണവന്മാരാരണ്ട് നമ്മളെ ശാസിക്കുന്ന പോലെ ആയിരുന്നു സംസാരം. അങ്ങനെ ഈ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് ഒരു 4.5 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വണ്ടി, ഒരു പച്ച അംബാസഡർ KRT 699, അതിൽ കയറി. ഇതാണ് ഓർമ്മയിലെന്നും പറയുന്നത്, നമ്പർ ഉൾപ്പെടെ. തീർച്ചയായിട്ടും അതെ. തങ്കച്ചൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പിന്നെ ട്രാൻസ്പോർട്ടിൽ സുവോട്ടം തന്നെ ശ്രമിച്ച് ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ കോട്ടയത്തുകാരനാണ്. ഞാൻ എൻ്റെ അച്ഛനെ കാണാൻ പോന്നു, അച്ഛനെയും അമ്മയും ചെന്ന് കാണുന്നു, കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുന്നു. എൻ്റെ അച്ഛൻ ഈ പറഞ്ഞതിൻ്റെ തൊട്ടൊരു പെട്ടെന്നങ്ങ് താഴെ ആളല്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നു. ശരി, എന്താ പരിപാടി? നല്ല പരിപാടി, ഞാനിപ്പോൾ ഇവിടെ തമ്പിച്ചേട്ടന് 2 പടം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ശ്രീകുമാരൻ തമ്പിച്ചേട്ടനെ നല്ല വരികയോ, ഹരിപ്പാടാണ്, എൻ്റെ അമ്മ ഹരിപ്പാട്ടുകാരിയാണ്. ഹരിപ്പാട്ട് അമ്മയുടെ തറവാട് എല്ലാവർക്കും അറിയാം, കോട്ടയ്ക്കകത്തെന്ന് പറഞ്ഞാൽ. അപ്പോൾ പറയൂ, ഞങ്ങൾ സംസാരിക്കാം. പറഞ്ഞു ഹോട്ടലിൽ നിൽക്കണ്ട, അവളെൻ്റെ അടുത്ത് ഞങ്ങളുടെ കൂടെ നിൽക്കട്ടെ. അപ്പോൾ തമ്പിച്ചേട്ടൻ പറഞ്ഞു, ഞാനതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടവരോടൊന്ന് സംസാരിക്കാം, അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ്. എന്തിനു പറയുന്നു ഈശ്വര. പിറ്റേ ദിവസം ഞാൻ പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് 5 കൊല്ലം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ ചെല്ലുക. അതാരോ പറയുന്ന പോലെ അപ്പോഴൊക്കെയാണ് നമ്മൾ ഈ പിന്നീട് ഈ സാഹിത്യകാരന്മാരുടെ പലതും വായിക്കുമ്പോൾ, രചനകൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുമല്ലോ, മനസ്സിങ്ങനെ നിർവൃതി അടഞ്ഞു, പൊട്ടി എന്നൊക്കെ പറയുന്ന വികാരങ്ങളൊക്കെ ചില സ്ഥലങ്ങള് വാക്കുകൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് അത്രയും വെയിറ്റ് ഉള്ളൊരു വാക്ക് ചിലപ്പോൾ മലയാളത്തിൽ കിട്ടില്ല. ശരി, സത്യം. എങ്ങനെയാണ് ഇതിനെ പറയേണ്ടതെന്നറിയില്ല. കാരണം അമ്മ ഒരു ഭാഗത്തൂടെ കരഞ്ഞുകൊണ്ട് ചീത്ത വിളിക്കുന്നുണ്ട്, അച്ഛൻ വളരെ ഗൗരവത്തോടുകൂടി സംസാരിക്കുന്നുണ്ട്.
ഏതായാലും എല്ലാവരും പറഞ്ഞു ആ ശരി നിൽക്ക് അവിടെ നിന്ന് മര്യാദയ്ക്കൊക്കെ നിന്നാട്ടെ കേട്ടോ, ഏതായാലും നീ വലിയ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, അതൊക്കെ ഒരു പ്രായത്തിൻ്റെ ഒരു അപക്വമായ എടുത്തുചാട്ടങ്ങളിലൂടെ ഉണ്ട്, സാരമില്ല. അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞ് എന്നെ വീട്ടിൽ താമസമായി. ഒരു മാസം കഴിഞ്ഞപ്പം നീലക്കണ്ണുകൾ ഗോപകുമാറിൻ്റെ ഒരു പടം നടക്കുന്നത് നെല്ലിയാമ്പതിയിൽ നീലക്കണ്ണുകൾ ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് വിളിക്കുകയാണ്. ഞാൻ സുമാരനാണ്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അച്ഛനെ കാണാൻ എന്നൊക്കെ. അപ്പം അങ്ങനെ വരുന്നു എന്ന് പറഞ്ഞു. വന്നത് രംഗമൊക്കെ ആയിരുന്നു, സത്യത്തിൽ ഏതെങ്കിലും ഒരു സിനിമയിൽ വരണം അതൊക്കെ. പിന്നെ എഴുത്തുകാർ ഒരു ദിവസം ഒരു വൈകുന്നേരം ഒരു 6 മണിയായപ്പോൾ തിരുവനന്തപുരത്ത് എത്തി എന്ന് പറഞ്ഞൊരു ഫോണ് വന്നു. ജുബ്ബ, അദ്ദേഹം ഈ ജുബ്ബ ഇങ്ങനെ തെറുത്ത് കയറ്റി വയ്ക്കുമല്ലോ 2 സൈഡും വെച്ച് ഒരു സ്വർണ്ണ ചെയിനൊക്കെ കഴുത്തത്ത് കിടപ്പുണ്ട്. അപ്പോൾ എന്നെ അത് വരെ മൂത്ത ചേച്ചി അവിടെ വീട്ടിൽ. അപ്പോൾ ചേച്ചി വെച്ച് ഇയാളെ കണ്ടിട്ടൊരു നമ്പൂതിരി ലക്ഷണം, കടലു സുമുഖരായ വെളുത്ത് സ്വർണ്ണ ചെയിനും ഒക്കെ ഇട്ട് നല്ല ആഢ്യത്തുള്ളൊരു നമ്പൂരി കുടുംബത്തിലെ ഒരു അങ്ങനെയൊക്കെ അന്നത്തെ കാലത്തെ ഒരു വർണ്ണനയാണ്. അപ്പോൾ വന്നു ഒറ്റയ്ക്ക്. ഞാൻ ചോദിച്ചു തമ്പി സാർ എന്ത് വരും അത്ര പറഞ്ഞു. ഒറ്റയ്ക്ക് നേരെ വീട് വരെ വന്നോ? ഒറ്റയ്ക്ക് First വരവ്. അച്ഛൻ്റെ അടുത്ത് വന്നു.